ദൈവത്തിന് സ്തുതി. ഹല്ലേലൂയ. നമ്മൾ വായിക്കുന്നത് പഴയ നിയമത്തിലെ സഫാനിയ പ്രവാചകന്റെ പുസ്തകത്തില് 2-ാം അധ്യായത്തിൽ നിന്നാണ്. അനുതപിക്കുക. ലജ്ജയില്ലാത്ത ജനതയെ മറന്നുപോകുന്ന പതിരുപോലെ നിങ്ങളെ ഓടിച്ചു കളയുന്നതിന് മുൻപ്, കർത്താവിന്റെ ഉഗ്രകോപം നിങ്ങളുടെ മേൽ പതിക്കുന്നതിന് മുൻപ്, കർത്താവിന്റെ ക്രോധത്തിന്റെ ദിനം നിങ്ങളുടെ മേൽ വരുന്നതിന് മുമ്പ് ഒരുമിച്ച് കൂടുവിൻ. അവിടുത്തെ കൽപ്പനകൾ അനുസരിക്കുന്ന ദേശത്തുള്ള വിനീതരെ കർത്താവിനെ അന്വേഷിക്കുവിൻ. നീതിയും വിനയവും അന്വേഷിക്കുവിൻ. കർത്താവിന്റെ ക്രോധത്തിന്റെ ദിനത്തിൽ ഒരുപക്ഷെ നിങ്ങളെ അവിടുന്ന് മറച്ചേക്കാം. ജനതകൾക്കുള്ള നാശം. ഗാസ നിർമ്മാർജ്ജനമാകും. അഷ്കലോൺ ശൂന്യമാകും. അഷ്ദോദിലെ ജനങ്ങൾ മധ്യാഹ്നത്തിൽ തുരത്തപ്പെടും. എക്രോൺ പിഴുതെറിയപ്പെടും. കടൽ തീരത്തെ നിവാസികളെ, കൃത്യാജനമേ, നിങ്ങൾക്ക് ദുരിതം. കർത്താവിന്റെ വചനം നിങ്ങൾക്കെതിരാണ്. ഫിലിസ്ത്യ ദേശമായ കാനാൻ ഒരുവൻ പോലും അവശേഷിക്കാത്ത വിധം നിന്നെ ഞാൻ നശിപ്പിക്കും. കടൽ തീരമേ, നീ ഇടയന്മാരുടെ കുടിലുകൾക്കും ആട്ടിൻ കൂട്ടങ്ങളുടെ ആലകൾക്കുമുള്ള ഇടമായി തീരും. കടത്തീരം യൂദാ ഗോത്രത്തിൽ അവശേഷിക്കുന്നവരുടെ കൈവശമാക്കും. അവിടെ അവർ ആടുമേടുകളെ മേയ്ക്കും. അഷ്കലോണിന്റെ ഭവനങ്ങളിൽ അവർ വൈകുന്നേരം ഉറങ്ങും. എന്തെന്നാൽ അവരുടെ ദൈവമായ കർത്താവ് അവരെ സ്മരിക്കുകയും അവരുടെ സുസ്ഥിതി പുനഃസ്ഥാപിക്കുകയും ചെയ്യും. മോവാബിന്റെ അധിക്ഷേപങ്ങളും എന്റെ ജനത്തെ നിന്ദിക്കുകയും അവരുടെ ദേശത്തിനെതിരായി വീമ്പടിക്കുകയും ചെയ്ത അമ്മേന്യരുടെ പരിഹാസവും ഞാൻ കേട്ടിരിക്കുന്നു. എന്തെന്നാൽ ഇസ്രായേലിന്റെ ജനമായ സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു, ഞാനാണ് മോവാബ് സോദോമിനെ പോലെയും അമേന്യർ ഗൊമാറയെ പോലെയും മുൾപടർപ്പുകളും ഉപ്പുകുഴികളും നിറഞ്ഞ ശൂന്യതയുടെ ദേശമായി തീരും. എൻ്റെ ജനത്തിൽ അവശേഷിക്കുന്നവർ അവരെ കൊള്ളയടിക്കും. എൻ്റെ രാജ്യത്തിൽ അവശേഷിക്കുന്നവർ അവ കൈവശപ്പെടുത്തും. ഇതായിരിക്കും അവരുടെ അഹങ്കാരത്തിനുള്ള പ്രതിഫലം. അവർ സൈന്യങ്ങളുടെ കർത്താവിന്റെ ജനത്തിനെതിരായി വീമ്പടിക്കുകയും അവരെ നിന്ദിക്കുകയും ചെയ്തു. കർത്താവ് അവർക്ക് ഭീതി ദാനമായിരിക്കും. അവിടുന്ന് ഭൂമിയിലെ സകല ദേവന്മാരെയും നശിപ്പിക്കും. എല്ലാ ജനതകളെയും തങ്ങളുടെ ദേശത്ത് അവിടുത്തെ വണങ്ങും. എത്യോപ്യക്കാരെ, നിങ്ങളും എൻ്റെ വാളിന് ഇരയാകും. അവിടുന്ന് ഉത്തരദിക്കിനെതിരെ കൈനീട്ടി അസ്സീരിയയെ നശിപ്പിക്കും. അവിടുന്ന് നിനവയെ ശൂന്യവും മരുഭൂമി പോലെ വരണ്ടതുമാക്കും. അതിൻ്റെ മധ്യത്തിൽ ആട്ടിൻപറ്റങ്ങൾ മേയും. വന്യമൃഗങ്ങളും കഴുകനും മുള്ളൻ പന്നിയും തകർന്ന തൂണുകളുടെ ഇടയിൽ പാർക്കും. കിളിവാതിലിരുന്ന് മൂങ്ങാമൂളും. വാതിൽപ്പടിയിലിരുന്ന് മലങ്കാക്ക കരയും. അവളുടെ ദേവദാരു ശില്പങ്ങൾ ശൂന്യമായി കിടക്കും. ഞാൻ മാത്രമേ ഉള്ളൂ, മറ്റാരുമില്ല എന്ന് പറഞ്ഞ് സുരക്ഷിതമായി നിലകൊണ്ട് വിലസിയ നഗരം ഇതുതന്നെ. ഇത് എത്ര ശൂന്യമായി! വന്യമൃഗങ്ങളുടെ സങ്കേതമായി. അതിനരികിലൂടെ കടന്നു പോകുന്നവർ ചൂളമടിച്ച് പരിഹസിക്കുകയും കൈവീശുകയും ചെയ്യും. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, സഫനിയ പ്രവാചകൻ പറഞ്ഞ വചനങ്ങൾ എത്രയോ യാഥാർത്ഥ്യമാണ്. 2023, 24, 25 ഈ കാലഘട്ടത്തിലൂടെ ഹമാസും ഭീകരരും നടത്തിയ വേട്ടയിൽ, അതിന്റെ ഫലമായി ഇസ്രായേൽ ജനതയുമായിട്ടുണ്ടായ ആ യുദ്ധത്തിൽ എത്രയോ മക്കളാണ് മരിച്ചു വീണത്. ഈ പ്രവചനങ്ങളുടെ എല്ലാം സത്യാവസ്ഥയിലേക്കാണല്ലോ കൊണ്ടുപോകുന്നത്. തിന്മയിൽ നിന്ന് മാറി നന്മയിലേക്ക് ഞങ്ങളെ കൊണ്ടുവരുവാൻ അങ്ങയുടെ വചനങ്ങൾ ഞങ്ങൾക്ക് ശക്തി നൽകട്ടെ. രോഗികളായ മക്കള്
സത്യത്തിൻ്റെ വഴിയിലേക്ക് കടന്നു വരട്ടെ. ദൈവമേ നന്ദി, ദൈവമേ ആരാധന, ദൈവമേ സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കുന്നു. സ്നേഹമുള്ളവരെ, സാധിക്കുന്നിടത്തോളം ആളുകൾ ഇത് മറ്റുള്ളവർക്ക് വചനം ഷെയർ ചെയ്യണം. ഷെയർ ചെയ്യുമ്പോൾ നിങ്ങൾ തന്നെ അറിയാതെ വളരും. ദൈവത്തിൻ്റെ അനുഗ്രഹം നിങ്ങളുടെ കുടുംബങ്ങളിലും സമൂഹങ്ങളിലും ലഭിക്കും. എല്ലാ ക്രിസ്ത്യാനികളുടെയും യഹൂദരുടെയും എല്ലാ മനുഷ്യരുടെയും വചനമാണല്ലോ വചനം, ദൈവവചനം. മറ്റുള്ളവർ മനസ്സിലാക്കുവാൻ ഇടയാകട്ടെ. കരുണ ലഭിക്കട്ടെ. സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. എൻ്റെ പേര് സണ്ണി പുൽപ്പറമ്പിൽ, CMI. ദൈവമേ നന്ദി, ദൈവമേ ആരാധന. ഹല്ലേലൂയ, പ്രൈസ് ദ ലോർഡ്.